നമുക്ക് 2024 അർദ്ധവാർഷിക പരീക്ഷയിലെ 8ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് 1 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾ. അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പറഞ്ഞു പോകാം. ഒന്നാമത്തെ ചോദ്യം, ഏത് രാജാവിൻ്റെ കാലത്താണ് ഏലിയ ദീർഘദർശി ജീവിച്ചിരുന്നത്? ആഹാബ് രാജാവിൻ്റെ കാലത്താണ്. രണ്ടാമത്തെ ചോദ്യം, എലീഷ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ദൈവം രക്ഷകനാകുന്നു എന്നാണ് എലീഷ എന്ന വാക്കിൻ്റെ അർത്ഥം. മൂന്നാമത്തെ ചോദ്യം, ഇസ്രയേൽ രാജ്യം വിഭജിക്കപ്പെട്ടത് ഏതു രാജാവിൻ്റെ കാലത്താണ്? ശലോമോൻ രാജാവിൻ്റെ കാലത്താണ് ഇസ്രയേൽ രാജ്യം വിഭജിക്കപ്പെട്ടത്. നാലാമത്തെ ചോദ്യം, 8ാം വയസ്സിൽ യഹൂദ രാജാവാകുകയും 31 വർഷം ഭരണം നടത്തുകയും ചെയ്ത രാജാവ് ആര്? യോശിയാവാണ് 8ാം വയസ്സിൽ യഹൂദ രാജാവായി 31 വർഷം ഭരിച്ചത്. ഇനി 5ാമത്തെ ചോദ്യം, വടക്കേ രാജ്യമായ ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവ് ആര്? യൊരെബെയാമാണ് വടക്കേ രാജ്യമായ ഇസ്രയേലിൻ്റെ രാജാവ്, ആദ്യ രാജാവ്. 6ാമത്തെ ചോദ്യം, ഏലിയാവിനെ കൊല്ലുവാൻ കൽപ്പന ഇറക്കിയ രാജ്ഞി ആര്? ഇസബേലാണ് ഏലിയാവിനെ കൊല്ലുവാനായിട്ട് കൽപ്പന ഇറക്കിയത്. 7ാമത്തെ ചോദ്യം, ഏലിയ പ്രവാചകൻ ബലി അർപ്പിച്ച പർവ്വതം ഏത്? കർമ്മേലിലാണ് അദ്ദേഹം ബലി അർപ്പിച്ചത്. 8, ഇസ്രയേൽ വിഭജിക്കപ്പെട്ടപ്പോൾ ദാവീദിൻ്റെ ഗോത്രത്തോട് ചേർന്ന് നിന്ന ഗോത്രം ഏതായിരുന്നു? ബെന്യാമീൻ ഗോത്രമായിരുന്നു ദാവീദിൻ്റെ ഗോത്രത്തോട് ചേർന്ന് നിന്ന ഗോത്രം. 9ാമത്തെ ചോദ്യം, ബാബേൽ പ്രവാസത്തിന് നിമിത്തമായ ബാബേൽ രാജാവ് ആരായിരുന്നു? നെബുക്കദ്നേസറാണ് ബാബേൽ പ്രവാസത്തിന് നിമിത്തമായ ബാബേൽ രാജാവ്. 10ാമത്തെ ചോദ്യം, ശ്രോപ്പേന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നതായി ദർശനം കണ്ട പ്രവാചകൻ ആര്? യെശയ്യാ പ്രവാചകനാണ് ഇങ്ങനെ ഒരു ദർശനം കണ്ടത്. 11ാമത്തെ ചോദ്യം, നോമ്പാൽ ഇസ്രയേൽ ജനത്തിന് പലകകളെ കൈക്കൊണ്ട ദീർഘദർശി ആര്? മോശയാണ് ഇസ്രയേൽ ജനത്തിന് പലകകളെ കൈക്കൊണ്ടത്. 12ാമത്തെ ചോദ്യം, ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും എന്ന് തുടങ്ങുന്ന ഗീതം ഏത് സങ്കീർത്തനമാണ്? 132ാം സങ്കീർത്തനത്തിൻ്റെ ഭാഗമാണ് ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും എന്ന് തുടങ്ങുന്ന ഗീതം. 13ാമത്തെ ചോദ്യം, സഭയിലേക്കുള്ള വിജാതീയരുടെ വരവിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ കൂടിയ സുന്നഹദോസ് ഏത്? യെരുശലേം സുന്നഹദോസാണ് വിജാതീയരുടെ വരവിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനായിട്ട് കൂടിയ സുന്നഹദോസ്. 14ാമത്തെ ചോദ്യം, ക്രിസ്ത്യാനികൾ നേരിട്ട പീഡനങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഇടയായ വിളംബരം ഏത്? മിലാൻ വിളംബരമാണ് അതിന് ഉത്തരം. 15ാമത്തെ ചോദ്യം, നിഖ്യ സുന്നഹദോസ് വിളിച്ചു കൂട്ടിയത് ആര്? കുസ്തന്തീനോസ് ചക്രവർത്തിയാണ്. 16ാമത്തെ ചോദ്യം, പറുദീസയിൽ ആദാം രുചി നോക്കാത്ത ഫലം എന്ന് തുടങ്ങുന്ന ഗീതം ഏത് ശുശ്രൂഷയിലാണ് പാടുന്നത്? വിശുദ്ധ മാമോദീസയിൽ പാടുന്ന ഗീതമാണ് ഇത്. 17ാമത്തെ ചോദ്യം, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. യേശു ഇത് ആരോട് പറഞ്ഞതാണ്? നിക്കോദിമോസിനോട് പറഞ്ഞതാണ്. 18ാമത്തെ ചോദ്യം, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ ഡാഷ് ഉള്ളതല്ലോ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതല്ലോ. ഇനി 19ാമത്തെ ചോദ്യം, നാസിയാൻസിയിലെ ഗ്രിഗോറിയോസിന് പൗരസ്ത്യ സഭകൾ നൽകിയിട്ടുള്ള ബഹുമതി എന്ത്? ദൈവശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ തെയോലോഗോസ് എന്ന ബഹുമതിയാണ് അദ്ദേഹത്തിന് പൗരസ്ത്യ സഭകൾ നൽകിയിരിക്കുന്നത്. ഇനി 24 വരെയുള്ള ചോദ്യങ്ങൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാൻ ഉള്ള ചോദ്യങ്ങളാണ്. അതിൽ ഞാൻ ഓപ്ഷൻസ് വായിക്കില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ഉത്തരം മാത്രം നമുക്ക് പറഞ്ഞു മുന്നോട്ട് പോകാം. 20ാമത്തെ ചോദ്യം, സമൂഹം എനിക്ക് നൽകിയതിനനുസരിച്ച് ഞാൻ തിരിച്ചു നൽകിയിട്ടില്ല, ഇങ്ങനെ പറഞ്ഞ പിതാവ് ആര്? ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയാണ് അതിൻ്റെ ഉത്തരം. 21ാമത്തെ ചോദ്യം, നിസായിലെ ഗ്രിഗോറിയോസ് എന്നതിലെ നിസ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? മെത്രാപ്പോലിത്ത ആയിരുന്ന സ്ഥലമാണ് അതിൻ്റെ ഉത്തരം. 22, താഴെ പറയുന്നവയിൽ വിശുദ്ധ മാമോദീസയോടൊപ്പം നൽകുന്ന കൂദാശയിൽ ഉൾപ്പെടാത്തത് ഏത്?
രോഗികളുടെ തൈലാഭിഷേകമാണ് അതിൻ്റെ ഉത്തരം. 23 കുസ്തന്തീനോസ് പോലീസ് സുന്നഹദോസ് കൂടിയ വർഷം AD 381. 24 7 ലേഖനങ്ങൾ രചിച്ച അപ്പോസ്തോലിക പിതാവ് മാർ ഇഗ്നാത്യോസ് ആണ് അതിൻ്റെ ഉത്തരം. ഇനി 1-2 വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള 5 ചോദ്യങ്ങളാണ്. 25-ാമത്തെ ചോദ്യം, ഏലിയാവിൻ്റെ അന്ത്യം എങ്ങനെ? ഏലിയ പ്രവാചകൻ ശിഷ്യനായ എലീശായെയും കൂട്ടി യോർദാന്റെ അക്കരെ ചെന്ന് അവിടെ വെച്ച് ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. 26-ാമത്തെ ചോദ്യം, മോശയുടെ ന്യായപ്രമാണ പ്രകാരം യഹോവയിങ്കലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല. യോശിയാവിനെക്കുറിച്ച് ഇങ്ങനെ പറയുവാനുള്ള 2 കാരണങ്ങൾ എഴുതുക. യോശിയാവ് യഹൂദായിൽ നിന്നും സകല വിഗ്രഹങ്ങളും അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും തകർത്ത് അത് തീയിലിട്ട് ചുട്ടുചാരമാക്കി ബഥേലിലെ യാഗപീഠവും പൂജാഗിരികളും ഒക്കെ നശിപ്പിച്ചു. ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്ന അനുസരിച്ച് ജനങ്ങളെല്ലാം പെസഹ ആചരിക്കണമെന്ന് യോശിയാവ് ജനങ്ങളോട് കൽപ്പിച്ചു. സകല മ്ലേച്ഛതകളും രാജ്യത്തു നിന്നും തുടച്ചു നീക്കി. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ ഒരു വിശേഷണത്തിന് അദ്ദേഹത്തെ അർഹനാക്കി മാറ്റിയത്. ഇനി അടുത്ത ചോദ്യം, 27-ാമത്തെ ചോദ്യം, നാം ആരാധനയിൽ കുമ്പിടാത്ത അവസരങ്ങൾ ഏവ? മാറാനായ പെരുന്നാളുകളിലും ഞായറാഴ്ചകളിലും ഉയർപ്പ് മുതൽ പെന്തിക്കോസ്തി വരെയുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ദിവസം സന്ധ്യ വരെയും നമ്മൾ കുമ്പിടാറില്ല. 28-ാമത്തെ ചോദ്യം, സഭയിലെ ത്രിവിധ ഭരണക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? 2-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ നിലനിന്നിരുന്ന ഒരു ഭരണ സമ്പ്രദായമായിരുന്നു ത്രിവിധ ഭരണക്രമം എന്ന് അറിയപ്പെട്ടിരുന്ന ഭരണസമ്പ്രദായം. ഇതിൻ്റെ തലവൻ ഒരു എപ്പിസ്കോപ്പയായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കുന്ന മറ്റ് 2 വിഭാഗക്കാർ, കശീശന്മാർ അല്ലെങ്കിൽ മൂപ്പന്മാർ, അതുപോലെ ഷെമ്മാശന്മാർ. ഇങ്ങനെ 3 പേരുടെയും, എപ്പിസ്കോപ്പ, കശീശ, ഷെമ്മാശൻ, ഈ 3 നിരയിലുള്ള ഭരണകർത്താക്കളുടെ ഭരണക്രമത്തെയാണ് ത്രിവിധ ഭരണക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും 29-ാമത്തെ ചോദ്യം, അറിയൂസിൻ്റെ വേദവിപരീതം എന്തായിരുന്നു? പുത്രൻ പിതാവിനോട് സമനല്ല, പുത്രനും പരിശുദ്ധാത്മാവും കുറവുള്ളവരാണ്, പുത്രൻ ഉണ്ടാക്കപ്പെട്ടവനാകിയാൽ നിത്യനല്ല, പുത്രൻ ഇല്ലാതിരുന്ന ഒരു കാലമുണ്ട്, പിതാവ് മാത്രമാണ് യഥാർത്ഥ ദൈവം, അതുകൊണ്ട് പുത്രൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമല്ല. ഇതായിരുന്നു അറിയൂസിൻ്റെ വേദവിപരീതം. 30-ാമത്തെ ചോദ്യം പ്രാർത്ഥന പൂരിപ്പിക്കാനാണ്. മാലാഖമാരുടെ സ്തുതിപ്പിൻ്റെ ഒരു ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങളും സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരത്തിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവെ, നിന്നെയും യേശുമശിഹായായ ഏകപുത്രനായ ദൈവമായ കർത്താവെ, വിശുദ്ധ റൂഹായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിൻ്റെ പുത്രനും വചനവും ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇത്രയും ഭാഗമാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ഭാഗം. ഇനിയും ഗീതം പൂരിപ്പിക്കുക. 31-ാമത്തെ ചോദ്യം, മുടികൾ മുടഞ്ഞവ മുതൽ ചൂടിയിടം വരെയുള്ള ഭാഗം. മുടികൾ മെടഞ്ഞവ നിരനിരയായി ബലിപീഠത്തിലിരിപ്പുണ്ട്, നിർമ്മലരായി പരികർമ്മിപ്പോ രാജാര്യർക്കവ ചൂടിയിടും. ഇത്രയുമാണ് ഗീതം പൂരിപ്പിക്കുക എന്ന ഭാഗത്തിൻ്റെ ഉത്തരം. ഇനി ഒരു പേജിൽ ഉത്തരം എഴുതാനുള്ള 2 ചോദ്യങ്ങളും. 32-ാമത്തെ ചോദ്യം വിശുദ്ധ കുർബാനയുടെ മുൻകുറികളെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ മുൻകുറികൾ എന്ന ഒരു പാഠഭാഗം തന്നെ പഠിക്കാനുണ്ട്. അതിൽ അക്കമിട്ട് 10 പോയിന്റുകൾ വിശുദ്ധ കുർബാനയുടെ മുൻകുറികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഓരോന്നും ഒന്നുകിൽ 5 പോയിന്റ് എഴുതി നിങ്ങൾ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ 10 പോയിന്റുകൾ നിങ്ങൾ എഴുതുകയാണെങ്കിലോ ആ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിന് സാധിക്കും. അപ്പോൾ 10 പോയിന്റുകൾ ഞാൻ വേഗം ഒന്ന് പറയാം. ഏദനിലെ കനി, ഹാബേലിൻ്റെ കാഴ്ച, മൽക്കിസദേക്കിൻ്റെ കാഴ്ച,
കരുവേലകത്തിൽ അബ്രഹാം കണ്ട കുഞ്ഞാട്, ഇസ്രയേൽക്കാർക്ക് മരുഭൂമിയിൽ ലഭിച്ച മന്ന, ദാവീദ് ഭക്ഷിച്ച കാഴ്ചയപ്പം, ഏലിയാവിന് കാക്ക നൽകിയ അപ്പം, കർമേൽ മലയിലെ ബലി, യെശയ്യാവിൻ്റെ നാവിനെ ശുദ്ധീകരിച്ച തീക്കനൽ, ഇവയൊക്കെ വിശുദ്ധ കുർബാനയുടെ മുൻകുറികളാണ്. ഇനിയും ഈ 33-ാമത്തെ അവസാനത്തെ ചോദ്യം, ശിശുസ്നാനം ആദിമസഭയുടെ പാരമ്പര്യം. ശിശുക്കൾക്ക് മാമോദീസ നൽകുന്നത് ആദിമകാലം മുതൽ സഭയിലുള്ള ഒരു രീതിയാണ്. പുതിയ നിയമത്തിലെ പല സംഗതികളും സഭയുടെ ആരംഭത്തിലെ കാര്യങ്ങളാണ്. മുതിർന്നവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ പരാമർശങ്ങളോടൊപ്പം അവരുടെ കുടുംബവും സ്നാനം സ്വീകരിച്ചു എന്നത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 15-ാം വാക്യത്തിലും 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിലും 1 കൊരിന്ത്യർ 1-ാം അധ്യായം 16-ാം വാക്യത്തിലുമൊക്കെ കുടുംബങ്ങളെ സ്നാനം കഴിപ്പിച്ചതായിട്ട് നമുക്ക് വായിക്കാവുന്നതാണ്. ശിശുക്കളും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ശിശുക്കളെ ഒഴിവാക്കിയിരുന്നെങ്കിൽ അക്കാര്യം പ്രത്യേകമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. ഇനി അതുപോലെ യേശു പറയുന്നുണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന്. ഇങ്ങനെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് ശിശുക്കളെ ചേർക്കാതിരിക്കുവാനായിട്ട് ആർക്ക് സാധിക്കും? ശിശുക്കളെ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ചേർക്കണമെന്നതാണ് ഈ ഒരു വാക്യം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ആദിമസഭയിലെ ഗ്രന്ഥങ്ങളായ അപ്പോസ്തലന്മാരുടെ ഉപദേശം, അപ്പോസ്തോലിക പാരമ്പര്യം എന്നീ കൃതികളിലൊക്കെ ശിശുസ്നാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.